ഇസ്രയേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടരുമ്പോൾ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രയേലിൽ കനത്ത നാശം വിതയ്ക്കുകയാണ്. വടക്കൻ ഇസ്രയേലിലെ തന്ത്രപ്രധാനമായ നഗരമായ ഹൈഫയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഇസ്രയേൽ ആഭ്യന്തരമന്ത്രി മോഷെ അർബലിന്റെ വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങൾ ഈ ആക്രമണത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നുണ്ട്. ഇസ്രയേലിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖവും പ്രധാന നാവിക താവളവുമാണ് ഹൈഫ. ഈ നഗരത്തെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ഇറാന്റെ സൈനിക തന്ത്രത്തിലെ വലിയ മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. ഹൈഫയിലെ ആക്രമണം സാധാരണ ജനങ്ങളെയും ബാധിച്ചു. ഒരു ചർച്ചിനും കേടുപാടുകൾ സംഭവിച്ചു. ആക്രമണം നടക്കുമ്പോൾ പുരോഹിതന്മാർ പള്ളിയിൽ ഉണ്ടായിരുന്നുവെന്ന് ഇസ്രയേൽ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇത് ആരാധനാലയങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണോ എന്ന സംശയം ഉയർത്തുന്നുണ്ട്. നേരത്തെ ഹൈഫയിലെ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഇറാൻ ആക്രമിച്ചിരുന്നു. തന്ത്രപ്രധാനമായ ഈ മേഖലകളെ വീണ്ടും ലക്ഷ്യം വെക്കുന്നത് ഇസ്രയേലിന്റെ സാമ്പത്തിക സൈനിക ശക്തി ദുർബലപ്പെടുത്താനുള്ള ഇറാന്റെ ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഹൈഫയിലെ ജനങ്ങൾ കടുത്ത ഭീതിയിലാണ്. നിരന്തരമായ അപായ സൈറണുകൾ അവരുടെ ഉറക്കം കെടുത്തുന്നുമുണ്ട്. സാധാരണ ജീവിതം താറുമാറായിരിക്കുകയാണ്. സ്കൂളുകളും വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുന്നു. വ്യോമാക്രമണങ്ങൾ പതിവായതോടെ ജനങ്ങൾ ബങ്കറുകളിലും സുരക്ഷിത കേന്ദ്രങ്ങളിലും അഭയം തേടിയിരിക്കുകയാണ്. ഹൈഫ പോലുള്ള ജനസാന്ദ്രതയേറിയ ഒരു നഗരത്തിൽ ഇത്രയും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ മധ്യ ഇസ്രയേലിലെ ഒരു 4 നില അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ തീപിടുത്തമുണ്ടായി. ഈ ആക്രമണത്തിൽ ചിലർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. തീ അണക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഇറാന്റെ മിസൈലുകൾക്ക് ഇസ്രയേലിന്റെ ഉൾപ്രദേശങ്ങളിൽ എത്താൻ കഴിയുന്നുവെന്നത് ആശങ്കാജനകമാണ്. അതിനിടെ ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഒന്നായ ബെൻഗുറിയോൺ വിമാനത്താവളവും ആക്രമിച്ചതായി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ഇത് ഇസ്രയേലിന്റെ വ്യോമഗതാഗതത്തെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും താറുമാറാക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ്. വിമാനത്താവളങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് വലിയ തോതിലുള്ള ഭീകരത സൃഷ്ടിക്കാനും സാധാരണ ജനജീവിതം സ്തംഭിപ്പിക്കാനും ഇടയാക്കും. വിമാന സർവീസുകൾ മുടങ്ങുന്നതും വിമാനത്താവളങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ ഒഴിപ്പിക്കലും വലിയ പ്രയാസങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇസ്രയേലിലെ പലയിടങ്ങളിലും അപായ സൈറണുകൾ മുഴങ്ങുന്നുണ്ട്. ഇത് സാധാരണ ജനങ്ങളിൽ ഭീതി പരത്തുന്നുമുണ്ട്. നിരന്തരമായ ആക്രമണങ്ങൾ ജനങ്ങളുടെ മാനസികാരോഗ്യത്തെയും സാമൂഹിക ജീവിതത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. ഇറാൻ ഇസ്രയേലിനെതിരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇസ്രയേൽ തിരിച്ചടിച്ച് ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിലും ഇസ്ഫഹാനിലും വ്യാപക ആക്രമണം തുടരുന്നതായി അവകാശപ്പെട്ടു. ഇസ്രയേൽ സൈന്യം ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നത്. ആണവ കേന്ദ്രങ്ങളുള്ള ഇസ്ഫഹാനിലെ ആക്രമണം കൂടുതൽ ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട്. ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് മേഖലയ്ക്ക് വലിയ പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് കാരണമാകും. ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണങ്ങൾ നടത്തുന്നതോടെ പശ്ചിമേഷ്യൻ മേഖല ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ഭയം ശക്തമാകുന്നുണ്ട്. ഇത് ആഗോളതലത്തിൽ എണ്ണവില വർധനവിനും സാമ്പത്തിക അസ്ഥിരതയ്ക്കും കാരണമായേക്കാം. ഇതിനിടെ ആണവ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് ജനീവ യോഗത്തിൽ ഇറാൻ വ്യക്തമാക്കി. ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള ഇറാന്റെ തീരുമാനം മേഖലയിലെ സംഘർഷത്തിന് കൂടുതൽ തീവ്രത നൽകുന്നുണ്ട്. അമേരിക്കയുമായുള്ള ആണവ ചർച്ച തുടരാൻ ഇറാനോട് യൂറോപ്യൻ രാജ്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇസ്രയേൽ ആക്രമണം നിർത്താതെ ആണവ ചർച്ച പുനരാരംഭിക്കാനാകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കുകയുണ്ടായി. ഈ നിലപാട് ആണവ ചർച്ചകളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്രയേലുമായി തുടരുന്ന സംഘർഷം ചർച്ചകൾക്ക് തടസ്സമാകുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതി മേഖലയ്ക്ക് ഭീഷണിയാണെന്ന് ഇസ്രയേൽ തുടർച്ചയായി വാദിക്കുന്നുമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇനിയും ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ നേരിട്ട് പിന്തുണച്ചിട്ടില്ലാത്തതിനാലാണ് ഈ സന്നദ്ധതയെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇത് പശ്ചിമേഷ്യയിൽ യൂറോപ്യൻ യൂണിയന്റെ നയതന്ത്രപരമായ പങ്കിനെക്കുറിച്ചുള്ള സൂചന നൽകുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രയേലിനോടും ഇറാനോടും സംയമനം പാലിക്കാനും സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇസ്രയേൽ ഇറാൻ സംഘർഷം എപ്പോൾ അവസാനിക്കുമെന്നോ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്നോ പ്രവചിക്കാൻ കഴിയുന്നില്ല. ഇരുപക്ഷവും ശക്തമായ നിലപാടുകൾ എടുക്കുകയും പരസ്പരം ആക്രമണങ്ങൾ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ വഷളാകാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത്. ഐക്യരാഷ്ട്രസഭയും ലോകരാഷ്ട്രവും എത്രയും വേഗം ഇടപെട്ട് ഈ സംഘർഷത്തിന് ഒരു പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്തപക്ഷം പശ്ചിമേഷ്യൻ മേഖല ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുകയും അത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഈ സംഘർഷം സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. യുദ്ധക്കെടുതികൾ ഒഴിവാക്കാൻ സമാധാനത്തിനായുള്ള ആഹ്വാനങ്ങൾ ശക്തമാക്കേണ്ടിയിരിക്കുന്നു.